നൂറ്റാണ്ടിന്റെ പൈതൃകത്തിൽ നിന്നും സനാതനധർമ്മത്തിന്റെ നവയുഗത്തിലേക്ക് ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത ദശദിന വൈദിക ജ്ഞാനസത്രം മെയ് 10 മുതൽ 20 വരെ യജ്ഞാചാര്യൻ ഭാഗവതരത്നം വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. ക്ഷേത്ര പുനർനിർമ്മാണ ഫണ്ടിന്റെ ഉദ്ഘാടനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ. 800 വർഷം പഴക്കമുള്ള കണ്ണങ്ങാട്ട് ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് നമ്മളിപ്പോൾ നിർമ്മിക്കാൻ പോകുന്നത്. ശില്പശാലയിലും അതുപോലെ തന്നെ 18 പടികളുടെ മേളിലായി 19,500 സ്ക്വയർ ഫീറ്റ് മേളിലായിട്ടാണ് ഈ ക്ഷേത്രം വരാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ഷേത്രം വരുമ്പോൾ തീർത്ഥാടന കേന്ദ്രമായി ഈ ക്ഷേത്രത്തെ മാറ്റുക എന്നാണ് ഭരണസമിതിയുടെ ലക്ഷ്യം. 12 കോടി രൂപയാണ് ഈ ക്ഷേത്ര നിർമ്മിതിക്കായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഈ നാടിന്റെ ഇടക്കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം തീരദേശ പ്രദേശമാണ്. ഈ ക്ഷേത്രം നിലനിൽക്കുന്നതും വേമ്പനാട്ട് കായലിന് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു 100 വർഷം മുന്നിൽ കണ്ടുകൊണ്ട്, കാരണം ഏറ്റവും ഇപ്പോഴുള്ള ക്ഷേത്രത്തിൽ ഒരു മഴക്കാലം വന്നാലോ ഏറ്റവും വന്നു കഴിഞ്ഞ് വെള്ളം കയറും. അതുകൂടി കണ്ടുകൊണ്ട് മുൻകരുതൽ എന്ന നിലയിൽ വെള്ളം കയറാത്ത രീതിയിലുള്ള ക്ഷേത്രമാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുകളാണ് നിർവഹിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ആരാധ്യയായ കൊച്ചി മേയർ ആണ് നിർവഹിക്കുന്നത്. നിയുക്ത MLA ദീപക് ജോയി ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം പങ്കെടുക്കുന്ന ഏതാനും 3000-ഓളം ആളുകളെയാണ് നമ്മൾ ഈ മഹാസമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം തന്നെ 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ദശദിന സത്രം ഇതോടൊപ്പം തന്നെ അന്ന് ആരംഭിക്കുന്നു. ആ സത്രത്തിൽ സപ്താഹ ആചാര്യൻ പള്ളിക്കൽ മണികണ്ഠൻ അവറുകളാണ്. അങ്ങനെ ഗംഭീരമായ ഒരുക്കങ്ങളോട് നടത്തുന്ന ഈ പരിപാടിയിലേക്ക് 10-ാം തീയതി 5 മണിക്ക് മഹാസമ്മേളനത്തിൽ ഇവിടുത്തെ മുഴുവൻ പത്രസുഹൃത്തുക്കളെയും ഞങ്ങൾ ആദ്യമായി സ്വാഗതം ചെയ്യും.